ഹായ് ഓൾ, ട്രേഡ് മാക്സ് അക്കാദമിയുടെ ക്രിപ്റ്റോയുടെ ഒരു മാർക്കറ്റ് അനാലിസിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് എന്തായാലും മാർക്കറ്റിൻ്റെ കണ്ടീഷൻ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മൾ ചാർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും മാർക്കറ്റ് എക്സാക്റ്റ് ഒരു ബുള്ളിഷ് ട്രെൻഡ് ഓൾറെഡി ഇവിടെ കാണിക്കുന്നില്ല. ഇവിടെ സെല്ലേഴ്സ് നല്ല രീതിയിൽ ആക്റ്റീവ് എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമ്മൾ ഡേ ടൈം ഫ്രെയിമിൻ്റെ ക്യാൻഡിലാണ് ഓൾറെഡി ഇവിടെ ഇട്ടിരിക്കുന്നത്. നിങ്ങൾ നോക്കിയാൽ കാണാൻ സാധിക്കും മാർക്കറ്റ് 2 ദിവസങ്ങളായിട്ട് ഒരേ ലെവലിലേക്ക് മാർക്കറ്റ് അഗ്രസീവായിട്ട് ബുള്ളിഷ് തന്നു. അതിനുശേഷം അതുപോലെ തന്നെ സെല്ലേഴ്സ് ആക്റ്റീവായിട്ട് മാർക്കറ്റിനെ എന്ത് ചെയ്തു, താഴത്തേക്ക് ഓൾറെഡി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബിറ്റ് കോയിനിൽ ഓൾറെഡി ഒരു ട്രേഡ്സ് ഓൾറെഡി എടുത്തു. നമ്മൾ 1 hourലേക്ക് ഒന്ന് ഷിഫ്റ്റ് ചെയ്ത് നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും. നമ്മൾ ബിറ്റ് കോയിനിൽ നമ്മൾ എക്സാക്റ്റ് ഈ ഒരു പോയിന്റിൽ നമ്മുടെ സപ്ലൈ ഏരിയയിൽ നമ്മൾ എക്സാക്റ്റ് ഒരു ട്രേഡ്സ് ഓൾറെഡി എടുത്തിട്ടുണ്ട്. നമ്മൾ എക്സാക്റ്റ് എൻട്രിയിൽ മാർക്കറ്റ് ടാപ്പ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് താഴത്തേക്ക് ഒരു മൂവ്മെൻറ്റം ഓൾറെഡി തരുന്നുണ്ട്. ഓൾറെഡി നമ്മൾ 1:1.8 റേഞ്ചിലാണ് ഓൾറെഡി ട്രേഡ്സ് ഓൾറെഡി നോക്കുന്നത്. ഏകദേശം മാർക്കറ്റിൽ ഒരു 400 പോയിന്റിനടുത്ത് മാർക്കറ്റുകളിൽ മൂവ്മെൻറ്റും തന്നിട്ടുണ്ട്. സ്റ്റിൽ നമ്മൾ ഈ ട്രേഡ്സ് ഓൾറെഡി ഹോൾഡിംഗ് ആണ്. നമ്മുടെ വ്യൂ ഓൾറെഡി ബെയറിഷ് തന്നെയാണ്. നമ്മൾ നിങ്ങളടുത്ത് ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. നമ്മൾ സ്റ്റിൽ മാർക്കറ്റ് താഴത്തേക്കാണ് നോക്കുന്നത്. എക്സാക്റ്റ് മാർക്കറ്റിൻ്റെ ഒരു സൈക്ലിംഗ് വെച്ച് നോക്കിയാൽ മാർക്കറ്റ് ഏകദേശം 1 വർഷത്തോളം ഇപ്പം ഒരു ബെയറിഷ് വ്യൂ ഓൾറെഡി തന്നിട്ടുണ്ട്. നോർമൽ ഗതിയിൽ മാർക്കറ്റ് ഈ 4 hour സൈക്കിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ 1 year ഒരു ബെയറിഷ് മോഡ് കാണിക്കുന്നത്. അങ്ങനെയെങ്കിലും 2 മാസം കൂടെ നമ്മൾ ആ ഒരു സൈക്ലിങ്ങിൻ്റെ ബേസിൽ മാത്രം നമ്മൾ മാർക്കറ്റിനെ താഴത്തേക്ക് എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ടെക്നിക്കൽ ബേസ് നോക്കിയാൽ നമുക്ക് മാർക്കറ്റ് കുറച്ചുകൂടെ താഴത്തേക്ക് വരേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ബെയറിഷ് വ്യൂ തന്നെയാണ് ഓൾറെഡി എക്സ്പെക്ട് ചെയ്യുന്നത്. നമ്മുടെ വ്യൂ മാർക്കറ്റ് ഏകദേശം ഈ 62,300 റേഞ്ചിലേക്ക്, നെക്സ്റ്റ് ഒരു ചെറിയൊരു ഡിമാൻഡ്സ് കൊണ്ട് ഈ 62,300 റേഞ്ചിലാണ്. അപ്പോൾ മാർക്കറ്റ് ഇവിടത്തേക്ക് എത്തും എന്നാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പക്ഷേ ഈ ഒരു സോൺ ഇവിടെ ഒരു ഓർഡർ ബ്ലോക്കാണ്, 1 hour ഒരു ഓർഡർ ബ്ലോക്കാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഓർഡർ ബ്ലോക്ക് മാത്രം ടാർഗറ്റ് വെച്ചുകൊണ്ട് നമ്മൾ ഇങ്ങനെ ട്രേഡ്സ് മാത്രം നമ്മൾ ഓൾറെഡി എക്സ്പെക്ട് ചെയ്യുന്നത്, നമ്മൾ ചെയ്യുന്നത് ഇവിടെ ആലോചിക്കുന്നത്, അല്ലെങ്കിൽ മാർക്കറ്റ് ഇവിടെ വരുമെന്ന് ചിന്തിക്കുന്നത് ഈ ഒരു സോണിലേക്ക് എത്തിയതിനു ശേഷം ഇവിടുന്ന് പുൾ ബാക്ക് വന്നതിന് ശേഷം മാർക്കറ്റ് ഈ ഒരു 62,000 അല്ലെങ്കിൽ 62,300 വരെയുള്ള പോസിബിലിറ്റിയാണ് കൂടുതൽ. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു റേഞ്ചിൽ എക്സിറ്റ് ചെയ്യുന്നതും. ഇവിടുന്ന് ഒരു പുൾ ബാക്ക് കിട്ടിയാൽ നല്ലൊരു എൻട്രിക്ക് നല്ലൊരു സോണിലേക്ക് ഒരു പുൾ ബാക്ക് കിട്ടിയാൽ ഇവിടുന്ന് നെക്സ്റ്റ് ഒരു ട്രേഡ്സ് താഴത്തേക്ക് എടുക്കാമെന്നാണ് നമ്മളിപ്പോൾ ആലോചിക്കുന്നത്. എന്തായാലും നമ്മൾ ഈ ഒരു റേഞ്ചിലേക്ക് നമ്മൾ ഓൾറെഡി ഒരു ട്രേഡ്സ് ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഇന്നലെ ഒരു XRPയുടെ ഒരു ട്രേഡ്സ് ഓൾറെഡി കൊടുത്തിരുന്നുണ്ട്. ഓൾറെഡി നിങ്ങൾ നമ്മുടെ പ്രീമിയം ടെലഗ്രാം ചാനലിലും അതുപോലെ തന്നെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലും അംഗങ്ങളാണെങ്കിൽ ഞങ്ങളിരുന്ന ട്രേഡ്സുകളിൽ നിങ്ങൾക്ക് അത് കിട്ടുന്നതാണ്. അതല്ല നിങ്ങൾ ഇനിയും ആ ചാനലിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന ഈ നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം ഈ ഒരു ട്രേഡ്സ് ടാർജറ്റ് ആവുമോ അല്ലെങ്കിൽ SL ആവുമോ എന്നുള്ളത് നമുക്ക് എന്തായാലും നോക്കാം. നമുക്ക് നെക്സ്റ്റ് ഡേയിൽ വീണ്ടും കാണാം. ബൈ ഓൾ.